Hello everyone, welcome to Disha Academy. നമ്മുടെ IBPS RRB 2025 എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു 100 days സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കൊരു 100 ദിവസം കംപ്ലീറ്റ് ഒരു 100 days എന്തായാലും ഉണ്ട്. ഈ 100 days എന്ന് പറയുന്നത് ഇനി വരാൻ പോണ ആദ്യത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ജൂലൈ 27th RRB PO എക്സാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലറിക്കൽ എക്സാം ആണെങ്കിൽ RRB ക്ലർക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ദിവസങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ഞാനിത് പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് എന്നാൽ മെയിൻസും കൂടെ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. പക്ഷെ മെയിൻസിൽ ഓവറായിട്ട് ഞാൻ എന്താ പറയാ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കേണ്ടത് അങ്ങനത്തെ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പ്രിലിംസ് നിങ്ങൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, അതായത് ഞാൻ 2 ഡിവിഷൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും. അതായത് പ്രിലിംസിന് പഠിക്കേണ്ട ഒരു ടൈം, അതുപോലെ തന്നെ മെയിൻസിന് പഠിക്കേണ്ട ഒരു ടൈം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം, 27th ജൂലൈയിലാണ് നമ്മുടെ IBPS RRB POയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 27th. അപ്പൊ അതുവരെ നമുക്കൊരു 100+ days ഉണ്ട്. നമുക്കൊരു 100 days കൗണ്ട് ചെയ്യാം, 100 ദിവസം കൗണ്ട് ചെയ്യാം. ഓക്കെ, ക്ലറിക്കൽ എക്സാം ആകുമ്പോഴത്തേക്കും വീണ്ടും എക്സാമിന് ടൈം ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് 100 ദിവസം മതി. എന്തിനാ അധിക ദിവസം? കൂടുതൽ ദിവസമായി നമ്മൾ ഉളപ്പത്തേ ഉള്ളൂ അല്ലെ. നമുക്ക് ഈ 100 ദിവസം തന്നെ ധാരാളം പഠിച്ചു തീർക്കാനായിട്ട്, പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് 100% നിങ്ങൾക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ ഈ ഒരു ദിവസം തന്നെ ധാരാളമാണ്. അപ്പൊ 100 days സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഏറ്റവും അതായത് ഞാനൊരു 10 hour അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും അല്ല പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇപ്പൊ SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാം ആണെങ്കിൽ മാത്സ്, റീസണിങ്, essay ആകുമ്പോൾ ഇംഗ്ലീഷ്, GK. അപ്പൊ ഈ 5 hours എന്ന് പറയുന്നത് അവിടെ അടുക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഇവിടെ നമുക്ക് ബാങ്ക് എക്സാമിന്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിൽ വരുന്നത് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ആണെന്ന് നിങ്ങൾക്കറിയാം. അതില് പ്രിലിംസ് ഇംഗ്ലീഷ് ഇല്ലാതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തത് പ്രിലിംസിന് ബേസ്ഡ് ആണ്. നിങ്ങൾ പ്രിലിംസ് ആണ് ഓവർ ആയിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യട്ടെ എന്നിട്ട് മതി മെയിൻസ്. ഇങ്ങനെ ഒരു താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ പോലും നിങ്ങൾക്ക് 5 hours per day പഠിച്ച് ഈ ഒരു എക്സാം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ 5 hours per day അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ 100 days സ്റ്റഡി പ്ലാനിൽ 5 hours per day പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾ ഡെയിലി 5 മണിക്കൂർ പ്രിലിംസിന് പഠിക്കണം. അതായത് ഞാൻ ജസ്റ്റ് ഇത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മെയിൻസും പഠിക്കണമെന്ന് വെച്ചാൽ 5 മണിക്കൂർ മെയിൻസ് പഠിച്ചിട്ട് 2 മണിക്കൂർ പ്രിലിംസ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രിലിംസ് ക്ലിയർ ചെയ്യാണ്ട് മെയിൻസ് എക്സാമോട്ട് എഴുതാനും പറ്റില്ല. അപ്പം കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ്. നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് 5 hours per day, 5 മണിക്കൂർ ഒരു ദിവസം 5 മണിക്കൂറും ഞാൻ എന്റെ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഒരു 2 to 3 hours, 2 or 3 അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 2 to 3 hours നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ രാവിലെ ഒരു മോർണിംഗ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ 4 മണി തൊട്ട് 7 മണി വരെ 3 മണിക്കൂർ നിങ്ങൾക്ക് കാണ്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രഷ് ടൈം നൈറ്റ് 7 to 9 ആണ് നിങ്ങൾക്ക് അടുത്ത ഒരു ഫ്രഷ് ടൈം വരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് റീസണിങ് പ്രിപ്പയർ ചെയ്യേണ്ടി യൂസ് ചെയ്യാം. പിന്നെയും കിടക്കുമല്ലേ ടൈം. ഈവൻ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ പോലും ബാങ്കിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2 to 3 hours ഡെയിലി, ഞാൻ 100 days ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 2 to 3 hours ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? 2 to 3 hours നിങ്ങൾ ഡെയിലി മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പ്യൂട്ടർ, കുറച്ച് ഇംഗ്ലീഷ് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് നിങ്ങൾ പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ റീസണിങ്, മാത്സിനേക്കാളും ബാക്കി നിങ്ങൾ കുറച്ച് വിട്ടുപോയിട്ടുള്ള ടോപ്പിക്സ് ബാക്കിയുള്ളതിൽ കാണില്ല. കാരണം വിട്ടുപോകാൻ പാടില്ല. മാത്സിലും റീസണിങ്ങിലും പ്രിലിംസിന് വേണ്ടി നല്ല രീതിയിൽ സെറ്റ് ചെയ്തേ പറ്റും. പിന്നെ ബാക്കി ഓരോ മണിക്കൂർ പ്രാക്ടീസ് മാത്രം ക്വാണ്ടിനും റീസണിങ്ങിനും കൊടുത്താൽ മതി. ബാക്കിയുള്ള ടൈം മെയിൻസിന് പഠിക്കാം. അപ്പൊ മെയിൻസിലോട്ട് പിന്നീട് വരാം. നിങ്ങൾ ഒരു ദിവസത്തെ ശരിക്കും എങ്ങനെ ഡിവൈഡ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ 100 ഡേയ്സിനെ നമുക്ക് ഫസ്റ്റ് 70 days, ആദ്യത്തെ 70 ദിവസം, ലാസ്റ്റത്തെ 30 ദിവസം ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 70 ദിവസം എന്ന് പറയുന്ന സിലബസ് കംപ്ലീഷൻ ആൻഡ് ടോപ്പിക് വൈസ് ടെസ്റ്റ് ആണ്. സിലബസ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാത്സ് ആവുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ചോദിച്ച 5 to 8 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന ഏരിയ ആണ്. പിന്നെ നമ്പർ സീരീസ് ഉണ്ട്, മിസ്സിംഗ് നമ്പർ സീരീസ് അല്ലെങ്കിൽ റോങ് നമ്പർ സീരീസ്, അങ്ങനെ നമ്പർ സീരീസ് ഉണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ സബ്ജക്ട്സ് അരിത്തമെറ്റിക് ആയിട്ടുള്ള ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനും
അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ്, അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല, സിംപ്ലിഫിക്കേഷൻ ടോപ്പിക് വൈസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. സിംപ്ലിഫിക്കേഷൻ പഠിക്കാൻ എത്ര സമയം വേണം? വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാം അല്ലെ. ബോർഡ് മാസ് പഠിച്ച്, യൂണിറ്റ് ഡിജിറ്റ്സ് മെത്തേഡ് പഠിച്ച്, ഡിജിറ്റ് സം മെത്തേഡും പഠിച്ച്, അത്യാവശ്യം സേർച്ച് ആൻഡ് ഇൻഡിസസും പെർസെന്റേജ് വാല്യൂസും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ പഠിത്തം കഴിയും അല്ലെ, ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ ആണ് സിംപ്ലിഫിക്കേഷൻ. നമ്പേഴ്സ് കൊണ്ട് അത്ര ഫെമിലിയർ ആയിരിക്കണം. ഒരു കാൽക്കുലേഷൻ ഒരുപാട് ടൈം എടുക്കാൻ പാടില്ല. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജിനകത്തും പ്രോഫിറ്റ് ആൻഡ് ലോസിലും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ അരിത്തമെറ്റിക് സെക്ഷൻസിനകത്തും ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ സിംപ്ലിഫിക്കേഷനിലെത്തും. ഡിവിഷൻ കാണും, അഡിഷൻ കാണും, മൾട്ടിപ്ലിക്കേഷൻ കാണും, പവേഴ്സ് എടുക്കാൻ കാണും, സ്ക്വയർസ് എടുക്കാൻ കാണും, ക്യൂബ്സ് എടുക്കാൻ കാണും. അപ്പൊ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അത് ഡെയിലി സ്പീഡ് മാത്സ് ചെയ്ത് നോക്കണം, ഡെയിലി സിംപ്ലിഫിക്കേഷൻ ചെയ്ത് പഠിച്ചാൽ അത്രയും നല്ലത്. ഒരു 10 മിനിറ്റ്സ് എല്ലാ ദിവസവും 10 മിനിറ്റ്സ് ആഫ്റ്റർ സിലബസ് കംപ്ലീഷൻ കേട്ടോ. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് സിംപ്ലിഫിക്കേഷന് വേണ്ടി കുറച്ച് ടൈം. ആ 30 ഡേയ്സിൽ നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 30 ഡേയ്സിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സിംപ്ലിഫിക്കേഷൻ. കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു 10 മാർക്സിനകത്ത് അല്ലെങ്കിൽ 8 മാർക്സിനകത്ത് മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ 70 ദിവസം നിങ്ങൾ എങ്ങനെയാണ് സിലബസ് കംപ്ലീഷൻ ആണ്. മാത്സിന്റെ സിലബസുകൾ, സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ റീസണിങ്ങിന്റെ സബ്ജക്ട് അല്ലെ, റീസണിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് നിങ്ങളുടെ സിലോജിസം, കോഡിംഗ്, ഡീകോഡിംഗ്, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഇങ്ങനെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം. ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക. റീസണിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മാത്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്ത് തന്നെയാണ് അതിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാത്സിന്റെ റീസണിംഗിന്റെ ഒക്കെ സെക്ഷൻസ് നമ്മൾ യൂട്യൂബിൽ ഉടനെ ഇടുന്നുണ്ട്, ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറെ സെക്ഷൻസ് കഴിയുമ്പോൾ ലൈവ് സെക്ഷൻസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. സ്പീഡ് മാത്സിന്റെ സെക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ ഇനി സിലബസ് കംപ്ലീഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് 70 ഡേയ്സിലെ സിലബസ് കംപ്ലീഷൻ മാത്രമല്ല, ടോപ്പിക് വൈസ് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു സിംപ്ലിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷന്റെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യണം. നമ്പർ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്പർ സീരീസിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ റീസണിങ്ങിന്റെ. അപ്പം നമ്മൾ ഒരു ദിവസത്തില് 3 മണിക്കൂർ കോണ്ടിന് വേണ്ടി, 3 മണിക്കൂർ സിംപ്ലിഫിക്കേഷൻ, അതിന്റെ പ്രോബ്ലംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ അത് 3 മണിക്കൂർ നിങ്ങൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം 3 മണിക്കൂർ നമ്പർ സീരീസ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിത്തമെറ്റിക് സെക്ഷൻ അതിനകത്ത് മിക്സ് ചെയ്യാം. ആവറേജ് 3 മണിക്കൂർ പഠിക്കുന്നു. 70 ഡേയ്സ് വേണ്ട ശരിക്കും. അപ്പൊ സിലബസ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 3 hours പെർ ഡേ പഠിക്കുവാണെങ്കിൽ ഒരു 25-26 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ പ്രാക്ടീസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 70 ഡേയ്സ് തന്നെ കൊടുത്തേക്കുന്നത്. സിലബസ് കംപ്ലീഷൻ പ്ലസ് ടോപ്പിക് വൈസ് ടെസ്റ്റ് മാത്സിന്, അതുപോലെ റീസണിങ്ങിന്. ടോപ്പിക്കുകൾ പഠിക്കുക, എന്താണ് കോഡിംഗ്, ഡീകോഡിംഗ് പഠിക്കുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, എന്താണ് ഡയറക്ഷൻ പഠിക്കുക, എന്താണ് ബ്ലഡ് റിലേഷൻ, അതിന്റെ ഓരോ മോഡൽ ചെയ്യുക, ഓരോരോ ടൈപ്പ് ചെയ്യുക, ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ 70 ഡേയ്സിൽ തന്നെ നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ റെഡി ആകണം. അങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 30 ഡേയ്സിലും നിങ്ങളുടെ പ്രാക്ടീസ് ടൈമാണ്. സെക്ഷണൽ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ചെയ്തപ്പോൾ, ഇപ്പൊ മാത്സിന്റെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ വൈസ് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്റർ വൈസ് ചെയ്തു. അപ്പൊ പക്ഷെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, അങ്ങനെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് കോണ്ടിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, റീസണിങ്ങിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ മാത്രം ടെസ്റ്റ് പേപ്പേഴ്സ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് കോണ്ടിന്റെ എല്ലാ ചാപ്റ്ററും ഇൻക്ലൂഡഡ് ആയിരിക്കും. മനസ്സിലായോ? കോണ്ടിന്റെ സിംപ്ലിഫിക്കേഷൻ കാണും, നമ്പർ സീരീസ് കാണും, DI കാണും, ആവറേജ് കാണും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, എല്ലാം മിക്സഡ് ആയിട്ടുള്ള സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാം. അത് കഴിഞ്ഞ് റീസണിങ്ങിന്റെ ചെയ്യാം. 30 ഡേയ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സെക്ഷണൽ ടെസ്റ്റ് ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റ്. അപ്പൊ ഒരു സെക്ഷണൽ ടെസ്റ്റ് കോണ്ടിന് ചെയ്ത്, ഒരു സെക്ഷണൽ ടെസ്റ്റ് റീസണിങ് ചെയ്തിട്ട്, ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ റെഡി ആവും, പക്ക റെഡി ആവും. പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, നിങ്ങൾക്ക് എക്സാമിന് നേരെ പോയി അറ്റൻഡ് ചെയ്യാം. ഇനി സെക്ഷണൽ ടെസ്റ്റ് ചെയ്തപ്പോഴും ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്തപ്പോഴും ഒരു അനാലിസിസ് പാർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യണം. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്, നിങ്ങൾക്ക് എവിടെയാണ് ടൈം പോയത്, ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാഞ്ഞത്, ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തത്, ഇത് രണ്ടും അനലൈസ് ചെയ്യണം. ടൈം, റോങ് ആൻസർ കിട്ടിയതും ആക്യുറസി നോക്കണം, ടൈമും നോക്കണം. ആക്യുറസി എവിടെയാ, ഏതൊക്കെ ചാപ്റ്ററിലാണ് പോയത്, അവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ പറ്റിയത്, അത് കറക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം അത് ആവർത്തിക്കാതിരിക്കാൻ. പിന്നെ ടൈം, ഒരു ക്വസ്റ്റിന് ഒരുപാട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യം കൂടെ അനലൈസ് ചെയ്ത് വേണം സെക്ഷണൽ ടെസ്റ്റും ഫുൾ മോക്ക് ടെസ്റ്റും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് മാർക്ക് പോയത് അത് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഡേയിൽ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് സെക്ഷണൽ ടെസ്റ്റ് ചെയ്തോ.
ഓക്കെ, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനല്ല, തെറ്റുകൾ വരാം, അത് കറക്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് സെക്ഷണൽ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെ പഠിക്കാമല്ലോ. അത് കോൺഫിഡൻസ് കളയാനല്ല സെക്ഷണൽ ടെസ്റ്റ്, കോൺഫിഡൻസ് കൂട്ടാനാണ്. തെറ്റിക്കോട്ടെ, തെറ്റിയത് കറക്റ്റ് ചെയ്യുക. ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് നോക്കുന്നത്. ആദ്യമേ കയറി ഫുൾ സ്കോർ, ആ 30 ദിവസത്തിലെ ഫസ്റ്റ് ഡേ തന്നെ ഫുൾ സ്കോർ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് സ്കോർ അതിനകത്തൊരു ഡെവലപ്മെന്റ് ഉണ്ടോ, നിങ്ങൾ ഇംപ്രൂവ് ആവുന്നുണ്ടോ, അത് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഈ 5 മണിക്കൂറിനിടയിൽ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാനും, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ടോപ്പിക്സ് ഒന്നുമില്ല. ഈ 70 ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു 20 ഡേയ്സ് 2 അവർ ഇംഗ്ലീഷിൽ പഠിക്കാൻ യൂസ് ചെയ്യാം. അതുപോലെ ഒരു 20 ഡേയ്സ് കമ്പ്യൂട്ടറിന് വേണ്ടി യൂസ് ചെയ്യാം, 2 മണിക്കൂർ. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ്, ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം കമ്പ്യൂട്ടർ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, കറണ്ട് അഫേഴ്സ് അല്ലെ, ഡെയിലി ഒരു 30 മിനിറ്റ്സ്, എല്ലാ ദിവസവും 30 മിനിറ്റ് കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ജനറൽ അവയർനെസ്, ഈ 3 കാര്യങ്ങളിലൂടെ 5 മണിക്കൂർ കഴിഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് ഡെയിലി ഒരുപാട് ടൈം കിട്ടും. ഈ 70 ഡേയ്സിൽ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് 30 ഡേയ്സ് വേറെ ഒന്നിനും കൊടുക്കേണ്ട, പ്രിലിംസിന് മാത്രം കൊടുക്കാം. ലാസ്റ്റ് 30 ഡേയ്സ് പ്രിലിംസിന് മാത്രം കൊടുക്കുക. അപ്പൊ ഒരു 20 ഡേയ്സ് ഇംഗ്ലീഷിന് കൊടുക്കുക, ഒരു 20 ഡേയ്സ് കറണ്ട് അഫേഴ്സ്, കമ്പ്യൂട്ടർ കറണ്ട് അഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക. 40 ഡേയ്സ് ആയില്ലേ, ബാക്കി ഒരു 30 ഡേയ്സും കൂടെ എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ 30 ഡേയ്സ്, ഈ ലാസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ ഫുൾ ഈ 70 ഡേയ്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാണ് കാണിച്ചത്. 20 20 30 എന്ന് സ്പ്ലിറ്റ് ചെയ്തത്. ഇംഗ്ലീഷും 20 ഡേയ്സ്, കമ്പ്യൂട്ടർ ആൻഡ് കറണ്ട് അഫേഴ്സ് 20 ഡേയ്സ്, പിന്നെ 30 ഡേയ്സ് ഇതിന്റെ എല്ലാം റിവിഷൻ ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് 30 ഡേയ്സ് മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മാത്സ് റീസണിങ് സ്ട്രോങ് ആക്കുക, പ്രിലിംസ് ക്ലിയർ ആക്കുക. ഈ 30 ഡേയ്സ് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിലിംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടെ പ്രിലിംസ് കഴിഞ്ഞു കിട്ടും. ആ ടൈമിൽ ബാക്കി ഇംഗ്ലീഷോ കമ്പ്യൂട്ടറോ കറണ്ട് അഫേഴ്സോ ഒക്കെ പെൻഡിങ്സോ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്നും പഠിക്കാതിരിക്കരുത്. കുറച്ച് ദിവസങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. 2 അവർ നിങ്ങൾ അതും സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 20 ഡേയ്സ് 2 അവർ ഇംഗ്ലീഷ്, 20 ഡേയ്സ് 2 അവർ കമ്പ്യൂട്ടർ ആൻഡ് കറണ്ട് അഫേഴ്സ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 30 ഡേയ്സ് ഇതിന്റെ ഒരു റിവിഷനും സെറ്റ് ചെയ്യുക. ലാസ്റ്റ് 30 ഡേയ്സ് മാത്സും റീസണിങ് മാത്രം പഠിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിലിംസും സ്കോർ ചെയ്യാൻ പറ്റും, മെയിൻസും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ, ഒരു സപ്പോർട്ട് വേണമെങ്കിൽ, ഒരു മോട്ടിവേഷൻ വേണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് SSC RRB ബാങ്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പർ അവിടെയുണ്ട്. അതുപോലെ ഇനി ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ടോടുകൂടി ഒരു ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ വന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ 70 ഡേയ്സിൽ പഠിക്കേണ്ട സിലബസും കൂടെ നോക്കാം. കോണ്ടിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് മാത്സ്, അരിത്തമെറ്റിക്, DI. അതിൽ സ്പീഡ് മാത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്പീഡ് മാത്സിൽ വരുന്നതാണ് സിംപ്ലിഫിക്കേഷൻ. നിങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അത് ഏറ്റവും പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അതിൽ ഒന്നാമത്തത് സ്പീഡ് മാത്സ് ആണ്. ഓക്കെ, സ്പീഡ് മാത്സിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ സിംപ്ലിഫിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം തറവാക്കി ബോർഡ് മാസ് എല്ലാ ഐഡിയാസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല ഫാസ്റ്റ് ആവേണ്ട ഏരിയ ആണ് സിംപ്ലിഫിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആവണം, സ്ക്വയർസ്, ക്യൂബ്സ്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഇതെല്ലാം നല്ല ഫാസ്റ്റ് ആയിരിക്കണം. അതുപോലെ അപ്രോക്സിമേഷൻ. Then missing numbers, wrong numbers, quadratic equation. Time consuming അല്ലാതെ സ്കോർ ചെയ്യേണ്ട ഏരിയാസ് ആണ് ഇതെല്ലാം. പിന്നെ വരുന്ന അരിത്തമെറ്റിക് സെക്ഷൻസ് ആണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ്, പാർട്ട്ണർഷിപ്പ്, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെയുള്ള കേസസ് നമ്മുടെ അരിത്തമെറ്റിക് സെക്ഷൻ അറിയാലോ. ട്രെയിൻ, ഡോട്ട്, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു 5 ഡേയ്സ് 3 അവേഴ്സ് വെച്ച് സ്പെൻഡ് ചെയ്താൽ തന്നെ ഇത് കഴിഞ്ഞു കിട്ടും. നമുക്ക് സിലബസ് കംപ്ലീറ്റ് 5 ദിവസം മതി. ഒരു ദിവസം സിംപ്ലിഫിക്കേഷൻ 3 മണിക്കൂർ പഠിക്കണം, ഒരു ദിവസം അപ്രോക്സിമേഷൻ 3 മണിക്കൂർ, പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ ഒരു മണിക്കൂർ, ഒരു ദിവസം മിസ്സിംഗ് നമ്പേഴ്സ് എല്ലാം കൂടെ എടുത്ത് വെച്ച് ചെയ്യണം 3 മണിക്കൂർ, ഒരു ദിവസം. അപ്പൊ തന്നെ നിങ്ങൾ അത്യാവശ്യം തറവാവും. ആ ഒരു ഏരിയയിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ അരിത്തമെറ്റിക് സെക്ഷൻ ആയിരിക്കും കുറച്ച് പഠിച്ചെടുക്കാൻ ടൈം എടുക്കുന്നത്. അപ്പൊ ഒരു 20 ഡേയ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25 ഡേയ്സിൽ നിങ്ങൾക്ക് അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 70 ഡേയ്സിലെ 30 ഡേയ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും ഇത്രയും പോർഷൻസ്. ബാക്കിയുള്ള
20 ഡേയ്സിൽ നിങ്ങൾ DI ആണ് പഠിക്കേണ്ടത്. ടാബുലേഷൻ, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്, മിക്സഡ്, കേസ്ലെറ്റ് എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു 30 ഡേയ്സിൽ അരിത്തമെറ്റിക് സെക്ഷൻ കൊടുക്കുക, 5 ഡേയ്സ് സ്പീഡ് മാത്സിന് കൊടുക്കുക, 20 ഡേയ്സ് DIക്ക് കൊടുക്കുക, ഒരു 55 ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ പോയി കിട്ടിയ അല്ലെ. ബാക്കിയുണ്ടല്ലോ, ബാക്കി ഒരു 15 ഡേയ്സ് കൂടെ ഉണ്ട്. 70 ഡേയ്സിൽ ഇനി ഒരു 15 ദിവസം ഇതിന്റെ റിവിഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകളും എല്ലാ ദിവസവും ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ 5 ഡേയ്സിൽ ഇത് മിക്സഡ് ആയിട്ട് ചെയ്യാം. ഒരു ദിവസം സിംപ്ലിഫിക്കേഷൻ ആണ്, ഒരു ദിവസം അരിത്തമെറ്റിക് കൊടുക്കുക, അല്ലാതെ സ്പീഡ് മാത്സ് ഒരു സെറ്റ് അങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണ്ട കേട്ടോ. മിക്സഡ് ആയിട്ട്, കാരണം നമുക്ക് ബോർ അടിക്കത്തില്ല. ഇപ്പം ഡേ 1 ഞാൻ സിംപ്ലിഫിക്കേഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഡേ 1 സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡേ 2 പെർസെന്റേജോ ആവറേജോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ ഡേ 3 നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസോ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ അങ്ങനെ സെലക്ട് ചെയ്യാം. ബേസിക് ചാപ്റ്റർ പഠിച്ചതിന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആ ഒരു ഏരിയ അങ്ങനെ കവർ ചെയ്യണം. ആ ഓർഡറിൽ തന്നെ പഠിക്കണം. പഠിക്കേണ്ട ഓർഡർക്ക് ഒരുപാട് സെക്ഷൻസ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക. അതെല്ലാം ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം. അറിയാവുന്നവർ അങ്ങനെ തന്നെ പോവുക, അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു ഓർഡർ തന്നെ പഠിക്കണം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പഠിച്ചിട്ട്, പെർസെന്റേജ് പഠിച്ചിട്ട് വേണം ഏജസ്, പാർട്ട്ണർഷിപ്പ്, അലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് അങ്ങനെയുള്ള ചാപ്റ്ററിലോട്ട് കയറാനായിട്ട്. അതുപോലെ DI ചെയ്ത് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ 70 ഡേയ്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് പഠിച്ചു തീർക്കാനും ഓരോ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാനുള്ള ടൈം എന്തായാലും ഉണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓരോ ചാപ്റ്ററിലും ഒരു 100+ 150 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചെയ്ത് പഠിക്കാനുള്ള ടൈം ഉണ്ട്. റിവിഷൻസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ റീസണിങ്ങിന്റെ കേസ് ആണെങ്കിലും ആൽഫ ന്യൂമറിക് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ് ടോപ്പിക്സ് എണ്ണം കുറവ്, പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാടുണ്ട്. പസിൽസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ടൈം കൊടുക്കേണ്ടത് പസിൽസിനും സീറ്റിംഗ് അറേഞ്ച്മെന്റിനൊക്കെ കൂടുതൽ ടൈം കൊടുത്ത് നിങ്ങൾ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇത്ര ദിവസം ആൽഫ ന്യൂമറിക്, ഇത്ര ദിവസം അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ ചെയ്യുന്നില്ല. കാരണം അത് ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എളുപ്പമുള്ള ചാപ്റ്റർ, പാടുള്ള ചാപ്റ്റർ, ചിലർക്ക് കോണ്ട് ഭയങ്കര ഈസി ആയിരിക്കും, റീസണിങ് ആയിരിക്കും ടഫ്. കുറച്ച് പേർക്ക് റീസണിങ് ഭയങ്കര ഈസി ആയിരിക്കും, കോണ്ട് ആയിരിക്കും ടഫ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ടൈം വേണമെങ്കിൽ 5 hour 2 hour ഒക്കെ മാറ്റാം. ചില ചാപ്റ്റേഴ്സിന് വേണ്ടി മാറ്റാം. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 2 hour മതി കോണ്ടിനെങ്കിൽ 3 hours റീസണിങ്ങിന് കൊടുക്കാം. അതെല്ലാം ഡിപ്പെൻസ് ഓൺ യു. അതുപോലെ ഡേറ്റ സഫിഷ്യൻസി, പസിൽസ്, ലോജിക്കൽ റീസണിങ് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. ഒരു ടോപ്പിക്ക് മിസ് ചെയ്ത് എല്ലാ ചാപ്റ്റേഴ്സും ഡെയിലി 2 or 3 hours എടുത്തിട്ട് പഠിച്ചു തീർക്കുക. സെക്ഷണൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ടൈം ഉണ്ട്. ഇപ്പൊ പഠിച്ചു തുടങ്ങിയ ഉറപ്പായിട്ട് ടൈം ഉണ്ട്. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റ് ലാസ്റ്റ് 30 ഡേയ്സിന്റെ കാര്യം പറയാം. 70 ഡേയ്സിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ എല്ലാം സെറ്റ് ആക്കി ടോപ്പിക് വൈസ് നമുക്ക് ഡേയ്സ് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് 30 ദിവസം എന്ന് പറയുന്നത് സെക്ഷണൽ ടെസ്റ്റ് എഴുതണം, ഫുൾ മോക്ക് ടെസ്റ്റ് എഴുതണം. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മാത്സ് മാത്രമായിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 2 സെറ്റ് മാത്സ്, 2 സെറ്റ് റീസണിങ്. നെക്സ്റ്റ് ഡേ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ്, ഒരു മോർണിംഗ് സെക്ഷനിൽ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം, ആഫ്റ്റർനൂൺ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം. മിനിമം 2 എണ്ണം വെച്ച് ചെയ്യാം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. ഫുൾ മോക്ക് ടെസ്റ്റ് ഒക്കെ 2 എണ്ണം വെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഡെയിലി അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ഇൻ ദ കേസ് നിങ്ങൾക്ക് ഒരു ദിവസം കോണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെങ്കിൽ കോണ്ടിന് 2 എണ്ണം ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഡേ റീസണിങ് 2 എണ്ണം ചെയ്യാം. നെക്സ്റ്റ് ഡേ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ദിവസം വേണമെങ്കിൽ സ്റ്റാർട്ടിങ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു ദിവസം മാത്സിന്റെ 2 സെക്ഷണൽ ടെസ്റ്റ്, അടുത്ത ദിവസം റീസണിങ്ങിന്റെ 2 ടെസ്റ്റ്, അടുത്ത ദിവസം ഒരു ഫുൾ മോക്ക് ടെസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഫുൾ മോക്ക് ടെസ്റ്റുകളിലോട്ട് കൺവേർട്ട് ആവുക. സെക്ഷണൽ ടെസ്റ്റ് എന്ന് വിട്ട് ഫുൾ മോക്ക് ടെസ്റ്റിലോട്ട് മാറാൻ ശ്രമിക്കാം. ആ ഫുൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ഒരു 2 or 3 എണ്ണം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പറയണേ. ഇത് രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.